തുർക്കിയും തമ്മിലുള്ള ബന്ധത്തിൽ സമീപകാലത്ത് ചില വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട്. തുർക്കിയിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ ഓപ്പറേഷൻ ദോസ്ത് എന്ന പേരിൽ ഇന്ത്യ മെഡിക്കൽ സംഘത്തെയും മരുന്നുകളെയും ടെന്റുകളും അടക്കം സഹായങ്ങൾ എത്തിച്ചിരുന്നു. കേരളം 10 കോടി രൂപ സഹായധനവുമായി നൽകുകയും ചെയ്തു. എന്നാൽ പഹൽഗാമിൽ പാക് ഭീകരർ നടത്തിയ കൂട്ടക്കൊലപാതകങ്ങളെ തുടർന്നുണ്ടായ ഇന്ത്യ പാക് സംഘർഷത്തിൽ തുർക്കി പാകിസ്ഥാനോടൊപ്പം നിലകൊണ്ടു. അവർ പാകിസ്ഥാന് ഡ്രോണുകളും ആയുധങ്ങളും നൽകിയത് കൂടാതെ യുദ്ധവിമാനങ്ങളും അയച്ചിരുന്നു. സ്വാഭാവികമായും ഈ വിഷയത്തിൽ തുർക്കി നിഷ്പക്ഷമായ നിലപാട് നിലകൊള്ളുമെന്ന ഇന്ത്യയുടെ പ്രതീക്ഷയ്ക്ക് ഇത് കനത്ത തിരിച്ചടിയായിരുന്നു. ഇന്ത്യ പാക് സംഘർഷത്തിന് ശേഷം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് തുർക്കി സന്ദർശിക്കുകയും അവർ നൽകിയ പിന്തുണയ്ക്കും ആയുധ സഹായത്തിനും നന്ദി അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഈ മാസം 15, 16 തീയതികളിൽ നടന്ന സൈപ്രസ് സന്ദർശനം പ്രാധാന്യം നേടുന്നത്. തുർക്കിയുടെ നന്ദികേടിനുള്ള ഒരു മറുപടിയായിട്ടാണ് ചില കേന്ദ്രങ്ങൾ ഈ സന്ദർശനത്തെ വിലയിരുത്തുന്നത്.